സഖാവ് സീതാറാം യെച്ചൂരിയുടെ മരണവാർത്ത ഹൃദയഭേദകമാണ്, താങ്ങാവുന്നതിനപ്പുറമുള്ള വേദനയുണ്ടാക്കുന്നതാണ്. അദ്ദേഹം രാജ്യത്തിനെന്തായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഒട്ടേറെ പ്രമുഖർ ദേശീയ നേതാക്കൾ അനുസ്മരിച്ച് കഴിഞ്ഞു. മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിൻ്റെ അടിയുറച്ച കാവലാളും നിർഭയനായ, ഒന്നിനെയും കൂസാത്തൊരു നേതാവുമായിരുന്നു. വ്യക്തിപരമായി എനിക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാലം മുതലുള്ള ബന്ധമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എത്രയോ പ്രസംഗങ്ങളുടെ പരിഭാഷകനായി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. കാരണം അത്ര മനോഹരമായ ഒരു പുഴ ഒഴുകുന്നത് പോലുള്ള പ്രസംഗങ്ങളാണ്. അത് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ അനുഭവമാണ്. ഏറ്റവും ഒടുവിൽ മന്ത്രിയായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുയോഗത്തിലെ പ്രസംഗം ഞാനാണ് പരിഭാഷപ്പെടുത്തിയത്. പാർലമെൻറ്റിൽ അദ്ദേഹം രാജ്യസഭയിലുണ്ടായിരുന്നപ്പോൾ, ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായിരുന്നപ്പോൾ, ലോക്സഭയിൽ അംഗമായിരുന്നു ഞാൻ. വലിയ മാർഗനിർദ്ദേശമാണ് പാർലമെൻ്ററി പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഗൃഹപാഠം നടത്തേണ്ടത്, ഏതെല്ലാം പ്രശ്നങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിന്, തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം നൽകിയിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും വളരെ വലുതാണ്. വ്യക്തിപരമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. ധാരാളം അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി പരിപാടികൾക്ക് വരുമ്പോൾ പലതവണ അദ്ദേഹത്തെ എൻ്റെ കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ സൗമ്യനായ, അല്പസമയം ഇരുന്ന് അദ്ദേഹത്തോട് സംസാരിച്ചാൽ ഓരോ തവണ സംസാരിക്കുമ്പോഴും നമുക്കതുവരെ കിട്ടാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടുന്ന ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു സീതാറാമിൻ്റേത്. വളരെ വർണ്ണശബളമായൊരു വ്യക്തിത്വം എന്നൊക്കെ പറയാവുന്നതാണ്. അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളില്ല, അദ്ദേഹത്തിന് ബന്ധമില്ലാത്ത വ്യക്തികളില്ല. അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആഗോളതലത്തിൽ ഇത്രയും ബന്ധങ്ങളുള്ള അമർത്യ സെൻ ആവട്ടെ, നോം ചോംസ്കി ആവട്ടെ, ലോകത്തെ എല്ലാത്തര വിഭാഗത്തിലും പെട്ട ബുദ്ധിജീവികൾ, ദൈക്ഷണികർ, കലാകാരന്മാർ, ഇവരൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നമ്മളെ കമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യയിലും അതെ. രാഷ്ട്രീയത്തിനപ്പുറം, രാഷ്ട്രീയ നേതാക്കളുമായിട്ടും അതിനപ്പുറം അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ഔന്നത്യമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മരണം വളരെ പെട്ടെന്നായിപ്പോയി. 72 വയസ്സ് എന്നുള്ളതൊന്നും അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് മരിക്കേണ്ട പ്രായമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശൂന്യത വളരെ വലുതായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങളെപ്പോലൊരു തലമുറ അദ്ദേഹത്തെ പോലുള്ളവരെ മാതൃകയാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും വളർന്നു വരികയും ഒക്കെ ചെയ്തവരാണ്. വലിയ ശൂന്യത തന്നെയാണ് സഖാവ് സീതാറാമിൻ്റെ വിയോഗം സൃഷ്ടിക്കുക. അദ്ദേഹം അതിപ്രഗത്ഭനായ വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങളൊക്കെ SFIയിൽ വരുന്ന കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. CBSE പരീക്ഷയിൽ ഇന്ത്യയിൽ 1ാം റാങ്കുകാരനാണ്. ഏത് ഉന്നത പദവിയിലും എത്താൻ കഴിയുമായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചാണ് അദ്ദേഹം CPIM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനാവുന്നത്. JNUവിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിലെ മാർക്ക് റെക്കോർഡ് മാർക്കായിരുന്നു ഏറെക്കാലം. ഇപ്പോൾ തിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഉന്നതമായ അക്കാദമിക മികവുള്ള PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം ജയിലിലടയ്ക്കപ്പെടുന്നതും അത് മുടങ്ങുന്നതും. അപ്പം അങ്ങനെ JNUവിൽ 3 തവണ പ്രസിഡൻ്റായിട്ടുള്ള ഒരാളേ ഉള്ളൂ ചരിത്രത്തിൽ. 3 തവണ. അടിയന്തരാവസ്ഥക്കാലത്ത് JNU പ്രസിഡൻ്റായിരിക്കെ അന്ന് സർവപ്രതാപിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തി അവർക്കെതിരായ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സീതാറാമിൻ്റെ ചിത്രം ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ കാണാം. 25-26 വയസ്സുള്ളപ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനെയും കൂസാത്ത നിർഭയനായ നേതാവായിരുന്നു എന്നത്. ഇപ്പോഴും വർഗീയതയ്ക്കെതിരായി ഉറച്ച ശബ്ദമായി, ഒരു തരത്തിലും അതിനോട് വിട്ടുവീഴ്ച ചെയ്യാത്ത മതനിരപേക്ഷ ഇന്ത്യയുടെ ഒരു മനസാക്ഷിയായിട്ടാണ് സീതാറാം പ്രവർത്തിച്ചത്. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം ഒരു റഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രസംഗം ഞാൻ ഓർമ്മിക്കുന്നത് ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിൽ
ഏറ്റവും മികച്ച പ്രസംഗം എന്ന് പലരും വിശേഷിപ്പിച്ചൊന്നാണത്. ലിബറാൻ കമ്മീഷൻ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ജസ്റ്റിസ് സൗമിത്ര സെന്നിൻ്റെ ഇംപീച്ച്മെൻറ്റ്, ആ പ്രമേയം അവതരിപ്പിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് ഞങ്ങളെല്ലാം ഇറങ്ങി ഞാൻ രാജ്യസഭയുടെ ഗാലറിയിൽ പോയിരുന്നാണ് സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെയും അത് കഴിഞ്ഞ് അരുൺ ജെയ്റ്റ്ലിയുടെയും ആ രണ്ട് പ്രസംഗങ്ങൾ കേൾക്കാൻ രാജ്യസഭയുടെ ഗാലറിയിൽ പോയിരുന്നിട്ടുണ്ട്. അങ്ങനെ സീതാറാമിന് ഒപ്പം നിൽക്കാവുന്ന ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർലമെന്റിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ധൈഷണികമായ, വലിയ പാർട്ടികളുടെ നേതാക്കളുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിൻ്റെ ധൈഷണികമായ ഉന്നതത്തിനൊപ്പം നിൽക്കാവുന്ന ആളുകൾ. അങ്ങനെ ഒരു വളരെ വളരെ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയാവുന്ന ഒരു നേതാവിനെയാണ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ്. പാർട്ടിക്ക് മാത്രമല്ല, നാടിനാകെ നഷ്ടമാണ്.